ഈ ഒരു പയറിൻ്റെ കറി ഒന്നുണ്ടാക്കാം നമുക്ക്. ഈ പയർ മനസ്സിലായോ എല്ലാവർക്കും? ആർക്കും മനസ്സിലായി കാണത്തില്ല. ഇത് മസൂർ ഡാൽ എന്ന് പറയും ഈ പയറിൻ്റെ പേര്. ഇത് നമ്മളിപ്പോൾ കുതിർക്കാത്ത പയർ. ഇനിയും കുതിർത്ത പയർ ഞാൻ കാണിക്കാം. എല്ലാവരും വായോ, ഇതാന്നീ കുതിർത്ത പയർ. കണ്ടല്ലോ, ഇത് ഒരു 10-20 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ മതി. ഒരുപാട് കുതിർച്ചയൊന്നും ഇല്ല ഇതിന്, നന്നായിട്ട് കുതിർന്നത്. ഞാൻ കുക്കർ വെച്ചു. ഇനിയും പയർ മസൂർ ഡാൽ ഇതിനകത്തേക്ക് ഇടുന്നു. പയറല്ല കേട്ടോ, മസൂർ ഡാൽ എന്നാണ് പറയുന്നത്. ഞാൻ മസൂർ ഡാൽ ഇടുന്നു. വലിയ വേവൊന്നുമില്ല, 1-2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കിന് വേവും. ലേശം ഉപ്പിടുന്നു, ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നു. അപ്പോൾ നമ്മൾ കുക്കർ അടയ്ക്കുന്നു. അപ്പോൾ മസൂർ ഡാൽ കുക്കറിൽ വിസിലടിക്കുന്നു. നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഒരു ശകലം ജീരകം ഇടും. കടുക് എല്ലാം പൊട്ടി എല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇതിലേക്കിടുന്നു. ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളി ഇടുന്നു. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ഒന്ന് വഴണ്ടി വരണം ഈ എണ്ണയിൽ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് തക്കാളിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ടമാറ്ററും ഒക്കെ വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല എടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഒരു ലേശം മല്ലിപ്പൊടി, ലേശം മുളക് പൊടി, ലേശം ഗരം മസാല. അപ്പം ഈ മസാലയെല്ലാം കൂടെ ഇവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരയ്ക്കുന്നതിന് സമമായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് ശരിയാവുമല്ലോ. തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുന്നത് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ആ മസാലയെല്ലാം കൂടെ ഇങ്ങനെ കുഴമ്പ് പരുവത്തിൽ തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ല പേസ്റ്റ് പരുവമായി ഇത് വെന്ത് വഴന്ന് നല്ല റെഡിമണി കുട്ടപ്പനായിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മസാല മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിക്കുന്നു. ആ മസാല ചപ്പാത്തിക്ക് സൂപ്പർ കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അത് നമ്മൾ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ മസാല വെന്ത് എണ്ണ മേളിൽ വരത്തക്ക പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നോക്കണേ, ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തേങ്ങായി ഒന്നും വേണ്ട, നമ്മുടെ കൂട്ടത്തിൽ തേങ്ങായി ഒന്നും അരച്ച് കലക്കണ്ടല്ലോ, ഇത്രയും മസാല മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ധാരാളം വേണം കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ധാരാളം വേണം. അതാണ് അവരുടെ ഒരു കറിയുടെ സ്വാദ് തന്നെ അതാണ്. കുക്കറിൽ വെന്ത പയർ ഞാൻ ഇതിലെ മസാലയിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുന്നു. ഇതൊരു ചെറിയ ചപ്പാത്തി മുക്കി തിന്നാൻ പരുവത്തിൽ, ഒരു ഗ്രേവി പരുവത്തിൽ ഇരിക്കും. ഇനി ഇതിനകത്ത് ഞാൻ ലേശം തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കാൻ പോവാം. ഇനി ഇത് ഒന്നുകൂടെ മസാലയും മസൂർ ഡാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വരട്ടെ. വെള്ളവും എല്ലാം കൂടെ ആയപ്പോൾ ഉപ്പിന് ലേശം കുറവുണ്ട്. ഞാൻ വീണ്ടും അതിലൊരു ശകലം ഉപ്പൂടെ ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ മസൂർ ഡാൽ കറി ശരിയായി. ഇനി 2 ചപ്പാത്തി ഉണ്ടെങ്കിൽ അതോ അല്ലെ ഇച്ചിരി പച്ചരി ചോറോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ സൂപ്പറാണ്. ഒരച്ചാറും ഇച്ചിരി തൈരോ എല്ലാം കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് മസൂർ ഡാൽ കറി. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മസൂർ ഡാലിൻ്റെ കറിയും കൂടെ ഓക്കെ ആയിരിക്കുന്നു. എല്ലാവരും വായോ കഴിക്കാൻ.